ഇപ്പോ സാങ്ങിനെയാണ് കാണിക്കുന്നത്. എന്തു പറ്റി നിനക്ക്? എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്താ കഴിക്കാത്തെന്ന് അമ്മ ചോദിക്കും. ഇല്ല അമ്മ, എനിക്ക് വിശക്കുന്നില്ല. അതാ ശരി, വിശക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. വിശക്കുമ്പോൾ അതെടുത്ത് കഴിച്ചോണം. വേണ്ട വേണ്ട, അത് ഞാൻ എടുത്തു വെച്ചോളാം. ഓ, എന്റെ മകനാകെ മാറിയെന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോകും. ഇവിടെ ജിങ്ഷി ഹുവാനെ അവന്റെ സീക്രട്ട് പ്ലേസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അവന്റെ അടുത്ത് അവന്റെ നായ്ക്കുട്ടിയുമുണ്ട്. ഇതിന്റെ പേര് ഷിയു എന്നാന്ന് പറഞ്ഞിട്ട് ജിങ്ഷി അതിനെ ഹുവാനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ സാങ്ങുമുണ്ട്. അവൻ ഫുഡൊന്നും കഴിക്കാതെ അത് ഫുൾ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ജിങ്ഷി എന്താ നോക്കി നിൽക്കുന്നേ? വേഗം കഴിക്കാൻ നോക്ക്. സാങ്ങിന്റെ അമ്മ നന്നായി കുക്ക് ചെയ്യും. എന്റെ അമ്മ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഓവർ ടൈം വർക്ക് ചെയ്യാൻ പോകുമായിരുന്നു. അന്ന് ഞാൻ എപ്പോഴും ഇവരുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി ഇവരുടെ 3 പേരുടെയും അമ്മമാർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ താങ്ക്സ് ഡാ എന്നും പറഞ്ഞ് അവള് സാങ് കൊണ്ടുവന്ന ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോ ജിങ്ഷി, ഇത് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സീക്രട്ട് പ്ലേസ് ആണെന്ന് അറിയുമോ? ഞങ്ങളുടെ അമ്മമാർക്ക് പോലും അറിയില്ല എങ്ങനെ ഒരു പ്ലേസ് ഉള്ള കാര്യം. അപ്പൊ കറക്റ്റ് ടൈമിൽ സാങ്ങിന്റെ അമ്മ വന്ന് ഹുവാൻ ഇതാ 2 ഡിഷും കൂടെ ഉണ്ട്, അതെടുത്ത് പോയി കൊണ്ടുകൊടുക്കടാന്ന് പറയും. അങ്ങനെ അവനത് വാങ്ങാൻ പോകുമ്പോ ഹുവാൻ അങ്ങോട്ട് ഏന്തി നോക്കും. അപ്പോ ഇവിടെ നിന്ന് എല്ലാം കാണാൻ പറ്റുമെന്ന് അവൾ അറിഞ്ഞതും, അപ്പോ അന്ന് ഞാൻ എക്സാമിൽ തോറ്റതിന് കരഞ്ഞത് നീ ഇവിടെ നിന്നായിരുന്നോ കണ്ടത് എന്ന് ജിങ്ഷിയോട് ചോദിക്കും. അതെ അതെ, പക്ഷെ നീ പേടിക്കണ്ട, ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഹെവൻ, എർത്ത്, ട്രീ, പിന്നെ എനിക്കും നിനക്കും ഇവർക്ക് മാത്രമേ നീ കരഞ്ഞ കാര്യം അറിയൂ. ഓ മതി മതി. ഇത് കേട്ട് അങ്ങോട്ട് സാങ് വരും. മതിയടാ അവളെ കളിയാക്കിയത്. അപ്പൊ ജിങ്ഷി, പിന്നെ 4ാമതായി ഇവനും അറിയും, അത്രേ ഉള്ളൂ. അപ്പോ അവള്, സത്യമായിട്ടും ഞാൻ കരഞ്ഞിട്ടില്ലടാ. ആ നമ്പർ എടുക്കണ്ട, ഞങ്ങൾക്കറിയാം നീ കരഞ്ഞോ ഇല്ലയോ എന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല, ഇനി നിങ്ങളോട് കള്ളം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് അവള് ഫുഡ് കഴിക്കാൻ തുടങ്ങും. അപ്പോ അവള് സാങ്ങിനോട്, നീ എന്തോരം ഫുഡാ കൊണ്ടുവന്നേക്കുന്നേ? ആ, ഞങ്ങൾ ഇങ്ങനെയാണ്, ഇനി നീയും ഞങ്ങളോടൊപ്പം ചേർന്നോ? അപ്പൊ എല്ലാവർക്കും ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് ജിങ്ഷി പറയും. അപ്പോ സാങ്, അടുത്ത തവണ നിന്റെ അമ്മ പുറത്തു പോകുമ്പോൾ തീർച്ചയായും നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കഴിക്കണം. ഇനി ഇതേപോലെ വിളിച്ചിട്ട് വരാതിരുന്നാൽ എന്റെ അമ്മക്ക് നല്ല ദേഷ്യം വരും. ആ ശരി ശരി, ഞാൻ തീർച്ചയായും വരും. ഇനി നിനക്ക് എന്തെങ്കിലും അർജന്റായി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നീ ടെക്സ്റ്റ് ചെയ്യുന്ന 10 നിമിഷത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമെന്ന് പറയും. അപ്പോ ജിങ്ഷി, നമ്മൾ വീണ്ടും 3 പേരായി മാറിയല്ലേ എന്ന് പറയും. അപ്പോ ഹുവ, അതെന്താടാ വീണ്ടും 3 പേരെന്ന് പറഞ്ഞത്? അപ്പോ ജിങ്ഷി, നീ എന്റെ ഹോംവർക്ക് ചെയ്തു തരാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. ആ എടാ ഒന്ന് പറയടാ. ടിയാൻ എന്നൊരു പയ്യനുണ്ടായിരുന്നു, എന്തിനാണ് അവൻ പിരിഞ്ഞു പോയതെന്ന് അറിയില്ല എന്ന് ഹീറോ അവളോട് പറയും. അങ്ങനെ പിറ്റേ ദിവസം ഹുവാന് വേഗം സ്കൂളിലേക്ക് പോകാൻ നിൽക്കണേ. എന്നാൽ അതിനു മുന്നേ അവളുടെ അമ്മ ജോലിക്ക് പോയി. അവൾ ടേബിളിൽ നോക്കുമ്പോൾ അമ്മ ഫുഡൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, എന്നാ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് സാങ്, ഇത് എന്റെ അമ്മ നിനക്ക് തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ടിഫിൻ ഓപ്പൺ ചെയ്ത് കൊടുക്കും. വൗ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ജിങ്ഷി, നാളെ നിനക്ക് എന്റെ അമ്മ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ഇതുപോലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നത് എന്റെ ഭാഗ്യം. ഒരു ഫാമിലിയെ മറ്റൊരു ഫാമിലി നന്നായി നോക്കുന്നുണ്ട്. ഒരു ടൈം പോലും വിശന്നിരിക്കാൻ ഇവർ സമ്മതിക്കില്ല. ജിങ്ഷിയുടെ അമ്മ ഉണ്ടാക്കുന്നതും സൂപ്പറാണ്. ബട്ട് എല്ലാവർക്കും സാങ്ങിന്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇപ്പൊ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും സാങ്ങിനെയും ഹുവാനെയും കുറിച്ചാണ് പറയുന്നത്. ഇത് കേട്ട് ജിങ്ഷി മൈൻഡ് ചെയ്യാതെ നടക്കണ്. അപ്പോ ശിശിയും നീയും സാങ്ങും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, നീയും അത് വിശ്വസിച്ചോ? അങ്ങനെയൊന്നും ഇല്ലടി. സാങ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോ ഹുവാനെ മാത്സിലൊക്കെ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയ ശിശി, ഞാനും നിങ്ങളോടൊപ്പം ചേരട്ടോ എന്ന് ചോദിക്കും. അപ്പോ ഹുവാനെ, ഞാൻ അവനോടൊന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും. അങ്ങനെ ആ വീക്കെൻഡിൽ എല്ലാവരും സാങ്ങിന്റെ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. വാടാ, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പുറത്തു പോയി കളിക്കാമെന്ന് ജിങ്ഷി പറയും. അപ്പൊ സാങ്, എല്ലടാ, കഴിച്ചു കഴിഞ്ഞിട്ട് ഹുവാനെ നോട്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന് പറയും. വീക്കെൻഡിലും പഠിപ്പോ? എന്താ ഹുവ, നീയും അവന്റെ കൂടെ ചേർന്ന് ഓവർ ആകുന്നേ? അപ്പൊ സാങ്ങിന്റെ അമ്മ, നിന്റെ വായി ഇന്ന് പഠിപ്പിനെ കുറിച്ചൊന്നും വരില്ലല്ലോ, ചോറ് മാത്രമല്ലേ ഉള്ളൂ. നിന്റെ പഠിപ്പിനെ പറ്റി നിന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ അതൊന്നും മെയിൻഡാക്കാതെ, ആ എന്റെ അമ്മയെ വിട്. വൗ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ആന്റി ഉണ്ടാക്കിയ ഫുഡ് കിടുവായിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഹുവാനും സാങ്ങും അവൻക്ക് നേരെ തിരിഞ്ഞ് അവനെ കുത്തി പറയാൻ തുടങ്ങും. അപ്പൊ ഹുവാനെ അവനോട് ഇംഗ്ലീഷിലൊക്കെ 4 എണ്ണം പറയും. അപ്പൊ ജിങ്ഷി അവളെ കളിയാക്കിക്കൊണ്ട്, ആഹാ നീ ഇംഗ്ലീഷിലൊക്കെ ഇംപ്രൂവ് ആയല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ വെള്ളം എടുത്ത് കുടിക്കും. അപ്പോ അവള്, അത് എന്റെ വെള്ളമാണെന്ന് പറഞ്ഞ് അവന്റേക്ക് തട്ടിപ്പറിക്കും. എന്താ ഇപ്പൊ നിന്റെ വെള്ളം കുടിച്ചാൽ എല്ലാവരും ഷെയർ ചെയ്തല്ലേ ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മണ്ടക്ക് 2 അടിയും കൊടുത്ത് അവൻ അവിടുന്ന് പോകും. അപ്പോ അവള് ദേഷ്യത്തോടെ അവന്റെ പിറകെ പോയിട്ട്, നിന്റെ കയ്യിലെ ഓയിലെല്ലാം എന്റെ തലയിലായി, മാറ്റി അതൊക്കെ വാഷ് ചെയ്ത് തന്നോ, പോടി അവിടുന്ന്, ഞാനൊന്നും കഴുകി തരൂല, നീ തന്നെ കഴുകിക്കോ. അപ്പോ അവള് അവനെ പിച്ചിയിട്ട്, ഇത് നീ തന്നെ കഴുകി തരണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇവരുടെ ഈ അടിപിടി സാങ് ടേബിളിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ട് കണ്ടി രസിക്കാടെ. അപ്പോ അങ്ങോട്ട് ജിങ്ഷി വന്നിട്ട് വിഷമത്തോടെ, സാങ് നോക്കി ഇങ്ങോട്ട്, അവൾ എന്നെ പുറത്തും കയ്യിലെല്ലാം നുള്ളി മുറിയാക്കി വെച്ചിരിക്കുന്നേ, എനിക്ക് നല്ല പെയിനുണ്ട് എന്നൊക്കെ പരിഭവം പറയും. അപ്പൊ ഹുവാൻ വന്നിട്ട്, മതി നിർത്ത്, ശിശി വന്നിട്ടുണ്ട്, അവൾ തായമുണ്ട്, ഞാൻ അവളെയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു പോകും. ശിശിയുടെ പേര് കേട്ടതും ഇതുവരെ കരഞ്ഞ് കുറുമ്പ് കാട്ടിയ ജിങ്ഷി അല്പം ഡീസന്റ് ആവാൻ തുടങ്ങി. എന്ത് ശിശിയോ, അവളുമുണ്ടോ പഠിക്കാൻ? ആ അതെ എന്ന് സാങ് പറയുമ്പോൾ, നീ ഇതെന്താണ് എന്നോട് നേരത്തെ പറയാതിരുന്നെന്ന് പറഞ്ഞ് അവനെ ഒരു അടി അടിക്കും. എന്നിട്ട് അവൻ ചെറിയിലിരുന്ന് എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ച് ചിരിക്കാൻ തുടങ്ങും. അവന്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് സാങ് അവനെ നോക്കി ചിരിക്കും. അങ്ങനെ ഇവർ 4 പേരും പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. ജിങ്ഷി എന്നത്തെയും പോലെയല്ല ഇന്ന് ഭയങ്കര ആകാംക്ഷയോടെയാണ് പഠിക്കാനിരിക്കുന്നത്.
നിൽക്കുന്നത്. അവന്റെ ഈ ഓഞ്ഞ ആറ്റിറ്റ്യൂഡ് കണ്ട് ഹുവാനും സാങ്ങും ഇവനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടാളും ഒരേ ടൈമിൽ നീ എന്താടാ ഇവിടെ ഇരിക്കുന്നെന്ന് ചോദിക്കും. ആക്ച്വലി നേരത്തെ വീക്കെൻഡിലും പഠിപ്പോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടാളെയും കളിയാക്കിയ മുതലാണ് ഇവിടെ പഠിക്കാനിരിക്കുന്നത്. അപ്പോ ജിങ്ഷി ഞാൻ പഠിക്കാനാണ് ഇരിക്കുന്നത്, എനിക്കും നിങ്ങളെ പോലെ മുന്നേറണം. ഓഹോ അങ്ങനെയാണോ? ആ അതെ അതെ. അപ്പോ സാങ്ങിന്റെ അമ്മ വന്നിട്ട് അവർക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് അവിടുന്ന് പോകും. അപ്പോ ശിശി എടാ ഞാൻ വന്നതൊരു ബുദ്ധിമുട്ടായോ എന്ന് സാങ്ങിനോട് ചോദിക്കും. അപ്പോ ജിങ്ഷി അങ്ങനെയൊന്നുമില്ല, എന്റെ അമ്മ, സാങ്ങിന്റെ അമ്മ, ഹുവാന്റെ അമ്മ, ടിയാന്റെ അമ്മ എല്ലാവരും ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എപ്പോ മുതലാണ് ഫ്രണ്ട്സ് ആയതെന്ന് ശിശി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഡയപ്പർ ഇടുന്ന കാലം മുതലേ ഫ്രണ്ട് ആയിരുന്നെന്ന് പറയും. അല്ല നിങ്ങൾ ടിയാനെ കൂടെ കൂട്ടാത്തതെന്താണെന്ന് ശിശി ചോദിക്കും. അവനൊരു ഡോക്ടറുടെ പയ്യനല്ലേ. ആക്ച്വലി ആ കണ്ണാടയിട്ട ആൻസർ എനിക്കറിയാം എന്ന് പറഞ്ഞ് കൈ പൊക്കുന്ന പയ്യനുണ്ടല്ലോ, അവനാണ് ടിയാൻ. അവന്റെ അമ്മ അവനോട് സാങ്ങിന് എപ്പോഴും ഫുൾ മാർക്കാണ്, നീ എന്താടാ ഇത്ര മാർക്ക് വാങ്ങി വന്നിരിക്കുന്നേ, നമ്മുടെ അച്ഛന്റെ അഭിമാനം നീ കളയരുത്, നീ അവനെ നല്ല മാർക്ക് വാങ്ങി ക്ലാസ്സിൽ ടോപ്പ് ആവണമെന്ന് പറഞ്ഞ് അമ്മ അവനെ വഴക്ക് പറയും. അവനും കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നത് ഇവർ കാണുകയും ഈ കഥ അവിടെ മൊത്തം പാട്ടായി ആകപ്പാടെ അവൻക്ക് നാറ്റ കേസായി. ശേഷം അവൻ അങ്ങോട്ട് വരാതായി. ഈ കഥ കേട്ട് ശിശിയും ചിരിക്കും. ശേഷം സാങ് അവർക്ക് പഠിക്കാനുള്ളത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ജിങ്ഷി അതൊന്നും മെയിൻഡാക്കാതെ ശിശിന്റെ ബാക്കിൽ പോയിട്ട് ഈ മുടി അങ്ങോട്ട് മാറ്റി എനിക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞ് അവളെ ഒട്ടിയിരിക്കും. ഇത് കണ്ട സാങ് എന്നാ ഇത് തലയിൽ അങ്ങോട്ട് കേറിയിരിക്കുക. അല്ല പിന്നെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നിനക്ക് ഞങ്ങളുടെ മൂട്ടിൽ തന്നെ ഇരിക്കണം, അവിടെ ഇരുന്ന് കാണുന്നില്ലടാ, നീ എവിടെയെങ്കിലും പോയിരി. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ശിശിയുടെ ടീ നിന്നെ നല്ല സ്മെൽ അടിക്കുന്നുണ്ടല്ലോ, നീ ഏത് ഷാമ്പുവാ യൂസ് ആക്കുന്നേ? ഇത് ബ്രിട്ടീഷ് ബ്രാൻഡാണ്, എന്റെ അമ്മ വാങ്ങിച്ചു തന്നതാ, നെക്സ്റ്റ് ടൈം വാങ്ങുമ്പോൾ ഞാൻ നിനക്കും വാങ്ങിക്കണ്ട് എന്നൊക്കെ ഇവർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. നമ്മുടെ സാങ് കഷ്ടപ്പെട്ട് പറയുന്നതും ഇവരാരും കേൾക്കുന്നില്ല. ജിങ്ഷിയാണെങ്കിലോ വായും പൊളിച്ച് ശിശിയെ നോക്കുകയാണ്. അല്ല നിങ്ങൾ പഠിക്കാൻ വന്നതാണോ, ഞാൻ നിക്കണോ അതോ പോണോ? സോറി ഞങ്ങൾക്ക് പഠിക്കണമെന്ന് അവർ പറയും. അങ്ങനെ അന്നത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവർ പോകുകയാണ്. ശിശിയെ കൊണ്ടുപോകാൻ കാറ് വന്നിട്ടുണ്ട്. ആക്ച്വലി ശിശി ഒരു പണക്കാരന്റെ മോളാണ്, പക്ഷെ അതിന്റെ ഷോ ഓഫ് ഒന്നും അവൾക്കില്ല. സ്കൂളിൽ എത്തുന്നതിന് മുന്നേ കുറച്ച് ദൂരെ ഇറങ്ങിയിട്ട് നടന്നാണ് അവൾ വരാറുള്ളത്. ഈ കാര്യമൊക്കെ ഹുവാൻ അറിഞ്ഞെങ്കിലും നിങ്ങളെ പോലെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ആടിപ്പാടി രസിച്ചു വരുന്നത് എന്ത് രസമായിരിക്കും. പിന്നെ പേരൻസ് എല്ലാം ഒന്നായി ജോലിയായിരിക്കുന്നതെല്ലാം എന്ത് രസമാണ്. എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള ലൈഫാണെന്ന് ശിശി പറയും. അപ്പൊ നീ ഒറ്റക്കാണോ? സാരമില്ല, എന്റെ അമ്മയും വീട്ടിലധികം നിൽക്കാറില്ല, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണെന്നൊക്കെ ഹുവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിശിയെ കൊണ്ടുപോകാനുള്ള കാറ് വരും. അപ്പോ ശിശി ഹുവക്കായിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള അവൾ അന്ന് പറഞ്ഞ ആ ഷാംപൂ കൊണ്ടുവന്നിട്ടുണ്ടാകും. അത് വേഗം അവൾക്ക് കൊടുത്തിട്ട് ശിശി അവിടുന്ന് പോകും. അപ്പോ അന്നേരം അങ്ങോട്ട് നമ്മുടെ ജിങ്ഷി ഒരു ക്ലിനിക്കിനുള്ളിലേക്ക് പോകുന്നത് ഹുവ കാണും. അങ്ങനെ ഹുവ വീട്ടിലേക്ക് പോയിട്ട് ശിശു കൊടുത്ത ഷാംപൂ അമ്മക്ക് കാണിച്ചു കൊടുക്കും. ടിയാൻ നല്ല മാർക്ക് വാങ്ങിയതിൽ അവന്റെ അമ്മ അവന്റെ വീട്ടിൽ നല്ലൊരു പാർട്ടി വെച്ചിട്ടുണ്ട്, നമ്മളെയും വിളിച്ചിട്ടുണ്ട്, വേഗം റെഡിയാവ് നമുക്ക് പോകാമെന്ന് അമ്മ പറയും. ഞാനില്ല അമ്മ, എനിക്ക് മാർക്ക് വളരെ കുറവാണ്, അതൊന്നും സാരില്ല, ഒരു ദിവസം നീയും ഫുൾ മാർക്ക് വാങ്ങിക്ക്, അപ്പോ അന്ന് ഞാനും ഒരു പാർട്ടി വെക്കാമെന്ന് അമ്മ പറയും. ഇപ്പോ ടിയാന്റെ വീട്ടിൽ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ നാലാളുടെയും പേരൻസ് ഒരുമിച്ച് സംസാരിക്കുകയാണ്. അവർ നാലാളും ഒരുമിക്കുമ്പോൾ തീർച്ചയായും അവരുടെ മക്കളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോനെ അതിൽ കാണുന്നുണ്ടെങ്കില്ല. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ ജിങ്ഷിക്ക് വീക്കെൻഡിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ട് സാർ, അവനെ വിടുന്നില്ല, അത് അവന് വരാഞ്ഞ്. എന്നാ ഹീറോയിൻ ഇതൊന്നും വിശ്വസിക്കില്ല, അവള് അവൻ ക്ലിനിക്കിലേക്ക് പോകുന്നത് കണ്ടായിരുന്നല്ലോ. ശരി സാങ് എവിടെന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ അവൻ നല്ല പഠിപ്പിച്ചല്ല, അവൻ വീടിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോയതാണെന്ന് പറയും. ഇത് കേട്ട് ടിയാന അവിടുന്ന് ഫുഡ് ഫുൾ കഴിക്കാതെ എണീറ്റ് പോകും. അപ്പൊ ഹുവന്റെ അമ്മ നീ ഇങ്ങനെ നിന്നോ, അവരെല്ലാവരും പഠിച്ച് വല്ല നിലയിലെത്തും, നീയും വേഗം പഠിക്കാൻ നോക്കുന്ന അമ്മ അവളോട് പറയും. അങ്ങനെ അവൾ ടിയാന്റെ റൂമിലേക്ക് വരുമ്പോൾ ഫുൾ ഇംഗ്ലീഷ് ബുക്കായിരിക്കും. എന്താടാ ഇത്, ഫുൾ ഇംഗ്ലീഷ് ബുക്കാണല്ലോ, നിനക്ക് പഠിക്കണമെങ്കിൽ ഇതെടുത്ത് വായിക്കാൻ നോക്ക്, അല്ലെങ്കിൽ വല്ലതും പറഞ്ഞു തരണമെങ്കിൽ സാങ്ങിന്റെ അടുത്ത് പോയി ചോദിക്ക്, ഇനി ഫ്രണ്ട് ആകണമെങ്കിൽ ജിങ്ഷിക്ക് അടുത്തേക്ക് പോ. നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, നിനക്ക് എന്നെ പോലുള്ളവരെ ഒന്നും ഇഷ്ടമല്ലെന്നറിയാം, പക്ഷെ ഇങ്ങനെയൊക്കെ സംസാരിക്കണോ? ഇതിനു മുന്നേ നിങ്ങളെല്ലാം ഒന്നായിരുന്നില്ലേ, പിന്നെ ഇപ്പൊ എന്താ മാറിയേ? അതിന് ഞാനെന്ത് വേണം? ഇപ്പോ ഞാൻ എന്റെ വഴിക്കാണ് പോകുന്നത്. അപ്പോ ഹുവ അവിടെ ഉണ്ടായിരുന്ന ബുക്ക് നോക്കിയിട്ട് അപ്പോ നിനക്കും അബ്രോഡ് പോകാൻ ആഗ്രഹമുണ്ടോ? സാങ്ങിനും അതേ ആഗ്രഹമാണ്. അവനക്ക് മുന്നേ ഞാനിതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്തെന്നാൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ എല്ലാവരും ഫ്യൂച്ചറിൽ എന്താകുമെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി സാങ്ങിനോട് ചോദിച്ചു നോക്കെന്ന് പറഞ്ഞതും കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് സാങ് വരും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ നിനക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ, മറന്നുപോയോ നീ എന്നും പറഞ്ഞ് സാങ് അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇത് കേട്ടതും ടിയാന്റെ മുഖമാകെ മാറി. അവന്റെ റൂം ഫുൾ ഒരേ സർട്ടിഫിക്കറ്റ് ആവർത്തിച്ചാണ് കെട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ശിശിയും വന്നിട്ടുണ്ട്. അവർ 3 പേരും ഒന്നായി ചേർന്ന് പഠിക്കാണ്. ഇവിടെ ശിശിന്റെ അമ്മ നീ പിയോന ക്ലാസ്സിന് പോകാതെ എങ്ങോട്ടാ പോയേ? അമ്മ ഞാൻ ഫ്രണ്ട്സോടൊപ്പം ചേർന്ന് പഠിക്കുമായിരുന്നു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ പഠിക്കാത്തവരോടൊപ്പം കൂട്ടുകൂടരുതെന്ന്. കൂടാതെ നീ എക്സാമിലും ഫെയിലാണ്, നീ ഇംപ്രൂവ് ആവുന്നത് വരേക്കും ഞാൻ ട്യൂട്ടറെ മാറ്റുമെന്ന് അമ്മ പറയും. ഇതെല്ലാം ശിശി ഇവിടെ ഇരുന്ന് ഓർക്കാണ്. അപ്പോൾ ശിശി ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, എനിക്ക് പഠിക്കാൻ വേണ്ടി അമ്മ വേറെ ഒരു ട്യൂട്ടറെ വെച്ചിട്ടുണ്ട്. നീ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 2 ഡേയ്സല്ലേ ആകുന്നുള്ളൂ. എന്റെ അമ്മ അങ്ങനെയാണ്, ക്യാഷ്
നല്ലോണം ചിലവാക്കിയാൽ നല്ലത് കിട്ടുമെന്നാണ് വിചാരം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ശിശി പറയും. അപ്പോൾ ഹുവ എല്ലാവർക്കും അബ്രോഡ് പോകാനാണ് ഇഷ്ടം. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്താവാനാണ് ആഗ്രഹമെന്ന് ചോദിക്കും. എനിക്ക് റൈറ്റർ ആകാനാണ് ആഗ്രഹമെന്ന് ശിശി പറയും. അപ്പോ നിനക്കോ എന്ന് സാങ്ങിനോട് ചോദിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോ എന്താ തോന്നുന്നേ അത് ചെയ്യും. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നു? ഓൾറെഡി നിന്റെ പ്ലാൻ എല്ലാം നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് ഹുവ പറയും. അപ്പോ ജിങ്ഷി എന്ത് പ്ലാൻ? അപ്പോ ഹുവ അബ്രോഡ് പോകുന്നത്. അതിനുവേണ്ടിയാണ് അവൻ ഇത്ര കഷ്ടപ്പെടുന്നതും പഠിക്കുന്നതും കോമ്പറ്റീഷനിൽ കഷ്ടപ്പെട്ട് വിൻ ചെയ്ത അവാർഡെല്ലാം വാങ്ങിക്കുന്നതും. അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളല്ല, വേറെ ലെവലാണെന്ന് പറയും. ഇത് കേട്ട് സാങ്ങിന്റെ ഫേസ് എന്തോ പോലെയാകും. അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവർ 3 പേരും പോകുകയാണ്. എനിക്ക് പിയാനോ ക്ലാസ് ഉണ്ട്, ഞാൻ പോകാണെന്ന് പറഞ്ഞ് ശിശി അവിടുന്ന് വേഗം പോകും. പിറകെ ജിങ്ഷിയും പോകും. നീ എന്തിനാ എന്റെ പിറകെ വരുന്നേ? നീയും ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ വരുന്നുണ്ടോ? ചേച്ചി എന്റെ ഗ്രൗണ്ട് അവിടെയാണ്, ഇന്ന് കളിയുണ്ട്, അവിടേക്ക് പോകണമെന്ന് പറയും. ഇവിടെ ഹുവ അവരെ നോക്കിയിട്ട് തെണ്ടികൾ എന്നെ കൂടാതെ പോയേക്കുന്നു. ഇവിടെ ജിങ്ഷി ഞാൻ ലൈഫിൽ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയി മാറും, നെക്സ്റ്റ് വീക്ക് മാച്ച് ഉണ്ട്, നീ കാണാൻ വരുന്നോന്ന് അവളോട് ചോദിക്കും. അപ്പോ അവള് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, അതൊക്കെ ഇവിടെ ആദ്യം എനിക്ക് നന്നായി പഠിക്കണം, അതാണ് ഇമ്പോർട്ടന്റ്, അതാണ് മെയിൻ ഗോൾ, നീയും അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. സാങ് അവന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ജിങ്ഷിക്ക് ഫുട്ബോൾ പ്ലെയർ ആകണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതൊന്നും ആരും കാര്യമാക്കി എടുത്തിട്ടില്ല. ഇവിടെ സാങ്ങിന്റെ അമ്മ വന്നിട്ട് ഇന്ന് ഞാൻ പാർട്ടിയിൽ നീ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ ടിയാന്റെ മുഖമൊന്ന് കാണണമായിരുന്നു. അമ്മ സന്തോഷത്തോടെ പറയും. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ്? പിന്നല്ലാതെ നമ്മുടെ ഫാമിലിയുടെ ഒരു പ്രതീക്ഷയാണ് നീ നന്നായി പഠിച്ച് മുന്നേറണം. പക്ഷെ അവന്റെ ആഗ്രഹം എന്താണെന്ന് പോലും അമ്മ അറിയുന്നില്ല, ചോദിക്കുന്നുമില്ല. അമ്മയുടെ ആഗ്രഹമാണ് അമ്മ പറയുന്നത്. ഇതൊരു പ്ലാൻ ചെയ്തുള്ള ആഗ്രഹമായതുകൊണ്ട് സാങ്ങിന് തീരെ ഹാപ്പിയില്ല. ഇപ്പൊ ഹീറോയിന്റെ വീട്ടിൽ അവളുടെ അച്ഛൻ വന്നിരിക്കണേ. അച്ഛൻ അവളെ എടുത്ത് സന്തോഷത്തോടെ കറക്കണേ. ശേഷം അവർ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഹുവ അവരോട്, അച്ഛ നിങ്ങൾ രണ്ടാളുടെയും മനസ്സിൽ ഞാൻ എന്തായി തീരണം എന്നുള്ള ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജിങ്ഷിക്കും സാങ്ങിനും അവന്റെ ഫാമിലി ഓരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വല്ലതും നിങ്ങൾക്ക് എന്റെ മേലിലുണ്ടോ? അങ്ങനെ ഒരു പ്ലാനും ഞങ്ങൾക്കില്ല. നിനക്ക് എന്താണോ ആഗ്രഹം അത് നീ ചെയ്തോ. ഇനി നീ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല, അതും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് അമ്മ പറയും. പക്ഷെ എന്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഓരോ അംബീഷൻ വെച്ചാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മൾ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നതാണേലും ഫുൾ ആംബിഷനോട് കൂടി ഇരിക്കണം. നോക്കുമോളെ, അത് ചൂസ് ചെയ്യാൻ എനിക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട്. വയ്യാൻ നിനക്കത് മനസ്സിലാവും. അപ്പോ അവള് ആമയും മുയലും കഥയിലെ പോലെ ആമയെ പോലെ ഞാൻ വിൻ ചെയ്യുമെന്ന് സന്തോഷത്തോടെ പറയും. അപ്പോ അമ്മ, ജീവിതം ഒരു കോമ്പറ്റീഷൻ അല്ല മോളെ, അതിൽ വിൻ ലോസ് അങ്ങനെയൊന്നുമില്ല. മരണം വരെ ഹാപ്പിയായി ജീവിക്കണം, അതാണ് ഏറ്റവും വലുത്. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.